നമ്മളിപ്പം ഒരു സ്പീഡ് ടെസ്റ്റാണ് നടത്താൻ പോകുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത് മാഹി തലശ്ശേരി 6 വരി പാതയിലേക്കാണ്. അവിടെ ആകുമ്പോൾ സേഫാണ്. ആക്ച്വലി 4 റൈഡിങ് മോഡുകളാണ് സിമ്പിൾ വണ്ണിലുള്ളത്. ഞാനത് മൊബൈലിൽ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം, അല്ലെങ്കിൽ ക്ലാരിറ്റി ഉണ്ടാവില്ല. ഇത് കണ്ടില്ലേ, എക്കോ ഉണ്ട്, റൈഡ് ഉണ്ട്, ഡാഷ് ഉണ്ട്, അതുപോലെ തന്നെ സോണിക് ഉണ്ട്. 95% ബാറ്ററി ഉണ്ട്, 182 കിലോമീറ്റർ ഓടാമെന്ന് കാണിക്കുന്നുണ്ട്. നമ്മളിപ്പം ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഓരോ റൈഡിങ് മോഡിലും എത്ര km/h സ്പീഡിൽ നമുക്ക് ഓടാൻ പറ്റുന്നതാണ് കേട്ടോ. അതേപോലെ നമുക്ക് സോണിക്കിൽ ടോപ്പ് സ്പീഡ് എത്ര കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ എക്കോ മോഡിലാണ് പോകുന്നത് കേട്ടോ. എക്കോ മോഡിൽ എനിക്ക് തോന്നുന്നത് ഒരു 45-50 km/h സ്പീഡിൽ വരെ പോകാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. നോക്കാം. ആ 50 km/h സ്പീഡിന് മുകളിൽ എക്കോ മോഡിൽ പോകാൻ പറ്റില്ല കേട്ടോ. 51 വരെ കിട്ടുന്നുണ്ട്, മാക്സിമം ആണ് 51. ഇനി ഞാൻ മോഡ് മാറ്റുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ റൈഡ് മോഡാണ്. ഇതിപ്പോൾ ഞാൻ മാക്സിമം ത്രോട്ടിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 69 km/h ആണ് മാക്സിമം കാണിക്കുന്നത്. ഇല്ല, ഇതിൻ്റെ കൂടുതൽ പോകും തോന്നില്ല. റൈഡ് മോഡിൽ 69 km/h. ഓക്കെ, ഞാൻ മോഡ് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഡാഷ് മോഡിലാണ്. ഡാഷ് മോഡിൽ 90 km/h വരെ പോകുന്നുണ്ട് കേട്ടോ. 90ൻ്റെ മുകളിൽ പോവില്ല ഡാഷ് മോഡ്. ഇനി ഒന്ന് ട്രാക്ക് ഞാൻ മാറുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ സോണിക് മോഡാണ്. 97, 101, 102, 103, 104, 105. km/h ആണ് സോണിക് മോഡിൽ നമുക്ക് ടോപ്പ് സ്പീഡിൽ പോകാൻ പറ്റുന്നത് കേട്ടോ. അത് തന്നെയാണ് ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ്. ഓക്കെ, ഇനി നമുക്ക് വണ്ടീൻ്റെ ആക്സിലറേഷൻ ഒന്ന് നോക്കാം. അതായത് 0 to 40 km/h സ്പീഡ് എത്ര സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും നോക്കാം. എല്ലാ മോഡും നോക്കാം, 4 മോഡും നോക്കാം. ആദ്യം തന്നെ നമുക്ക് എക്കോ മോഡ് നോക്കാം. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, ചെറിയൊരു അബദ്ധം പറ്റി എനിക്ക്. അതായത് ആക്സിലറേഷൻ ടെസ്റ്റ് ഇല്ലേ, 0 to 40 km/h ടെസ്റ്റ്, അത് ഞാൻ എക്കോ മോഡ് ഞാൻ ചെയ്തത് റൈഡ് മോഡിൽ ഇട്ടിട്ടാണ്. ഇതിപ്പം എക്കോ മോഡ് ആയതുകൊണ്ട് ഞാൻ ഹൈവേയിലേക്ക് പോകുന്നില്ല കേട്ടോ, നമ്മളെ നോർമൽ റോഡ് മതി. ഇതിപ്പം എക്കോ മോഡിലാണ് നമ്മളുള്ളത് കേട്ടോ. റെഡി, 1 2 3. ഓക്കെ, എക്കോ മോഡിൽ ഇത്രയും സമയമാണ് വേണ്ടത്. നേരത്തെ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, കാരണം ഞാൻ ചെക്ക് ചെയ്തപ്പം റൈഡ് മോഡും എക്കോ മോഡും ഏകദേശം ഒരേ ടൈം വന്നപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് അത് റെഡി ആയത്. എക്കോ മോഡിൽ കുറച്ച് കൂടുതൽ ടൈം എടുക്കുന്നുണ്ട്. ഞാൻ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ നോക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. വണ്ടി ഇല്ല, സേഫാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഓടിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ബാക്കിൽ വണ്ടിയില്ല. റെഡി, 1 2 3. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇത്രയും സമയമാണ് റൈഡ് മോഡിൽ നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഡാഷ് മോഡിൽ നോക്കാം. ഞാൻ ബാക്കിൽ നോക്കുന്നുണ്ട്, ബാക്കിൽ വണ്ടി വരുന്നുണ്ട്. ഒരു മിനിറ്റ്, റെഡിയായി നിൽക്കട്ടെ. ഓക്കെ, നമ്മളെ ബാക്കിൽ ഒരു ചെറിയൊരു വണ്ടി മാത്രമേ ഉള്ളൂ. അത് പാസ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മളെ ട്രാക്കിൽ ഇനി വേറെ വണ്ടിയൊന്നുമില്ല കേട്ടോ. റെഡി, 1 2 3. ഓക്കെ, അത്രയും സമയമാണ് ഡാഷ് മോഡിൽ വേണ്ടത്. ഇനി നമുക്ക് സോണിക്കും കൂടി ഇത് നോക്കാം. ഓക്കെ, മോഡ് മാറിയിട്ടുണ്ട് കേട്ടോ, സോണിക്കിലാണുള്ളത്. ഓക്കെ, ആ ജീപ്പ് പോയാലേ നമുക്ക് പോവാം. റെഡി, 1 2 3. ഓക്കെ, ഭയങ്കര പുള്ളിങ്ങാണ് കേട്ടോ സോണിക്കിൽ. നമ്മൾ സോണിക്കിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ബാക്കിൽ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് പറയണം.
നമ്മളിന്ന് മുറുക്ക പിടിക്കാൻ വേണ്ടി പറയണം, അല്ലെങ്കിൽ കെയർഫുള്ളായിട്ട് ഇരിക്കാൻ വേണ്ടി പറയണം. കാരണം അത്യാവശ്യം നല്ല പവറാണ് സോണിക്കിൽ, ഒരു രക്ഷയില്ല കേട്ടോ. അതേപോലെ ഒരു റേഞ്ച് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ മിക്കവാറും എത്രയും പെട്ടെന്ന് തന്നെ നാളെ തന്നെ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ പോസ്റ്റ് ചെയ്തില്ലെങ്കിലും മറ്റന്നാൾ പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം കേട്ടോ. ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കിലോമീറ്റർ ഓടണ്ടേ. സാധാരണ കേസിൽ റേഞ്ച് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു 100 കിലോമീറ്റർ 90 കിലോമീറ്ററൊക്കെ ഓടിയാൽ മതി. പക്ഷേ സിമ്പിൾ വണ്ണിൻ്റെ കേസിൽ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഒരു 170 കിലോമീറ്ററിൻ്റെ അടുത്താണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്തായാലും നാളെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒരു റിസൾട്ട് കിട്ടും. ഒരുപക്ഷെ അതിനെക്കാട്ടും കുറവായിരിക്കും, എന്തായാലും നോക്കാം നമുക്ക്. അതേപോലെ തന്നെ കുറേ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ വണ്ടി എങ്ങനെയുണ്ട്, എടുക്കാൻ പറ്റുമോ എന്നൊക്കെ. അതൊക്കെ ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ കിലോമീറ്റർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ആകെ 300 കിലോമീറ്ററിൻ്റെ അടുത്തേ ഓടിയിട്ടുള്ളൂ. ഇനി കുറച്ചും കൂടി ഓടട്ടെ, കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലായിട്ട് ഞാൻ കൃത്യമായിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ പറയാം. പോസിറ്റീവ്സും അതുപോലെ തന്നെ നെഗറ്റീവ്സും.